Hi students. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്താണ് സിംഗുലാരിറ്റീസ്, എസെൻഷ്യൽ സിംഗുലാരിറ്റി, മ്യൂറോമോർഫി ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു. ഇനിയുള്ളത് വെയ്സ്ട്രാസ് തിയറം ഓൺ എസെൻഷ്യൽ സിംഗുലാരിറ്റി. റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, എല്ലായ്പ്പോഴും ചോദിക്കാറുള്ള ഒരു പ്രോബ്ലം ആണ്, ഒരു തിയറം ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു അനലിറ്റിക് ഫംഗ്ഷൻ എടുത്താൽ അതെന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റിയുടെ നെയ്ബർഹുഡിൽ അതൊരു കോംപ്ലക്സ് വാല്യൂ ആയിട്ട് മാറും. ഏതൊരു അനലിറ്റിക് ഫംഗ്ഷൻ എടുത്താലും ഒരു കോംപ്ലക്സ് വാല്യൂയിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും എപ്പോഴാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റിയുടെ നെയ്ബർഹുഡിലാണെങ്കിൽ. ഓക്കെ, analytic function comes arbitrarily close to any complex value in any neighborhood, in every neighborhood of an essential singularity. Okay, അപ്പൊ നമ്മൾ ഒരു പറഞ്ഞേക്കുന്നത് എങ്ങനെയാ, ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ട് എന്നല്ലേ. അപ്പൊ z equal to a എന്ന് പറയുന്നത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ഓഫ് അനാലിറ്റിക് ഫംഗ്ഷൻ f of z. അങ്ങനെ ആണെങ്കിൽ നമ്മളൊരു അസംഷൻ എടുത്തിട്ട് നമ്മളൊരു കാര്യം സപ്പോസ് ചെയ്യും, നമ്മൾ എടുത്തതിന് ശേഷം അത് ലാസ്റ്റ് പ്രൂവ് ചെയ്ത് വരുമ്പോൾ അത് കോൺട്രഡിക്ഷൻ കിട്ടും. അങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് ദ തിയറം ഈസ് നോട്ട് ട്രൂ. ഈ തിയറം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇങ്ങനെ ഒരെണ്ണം നമുക്ക് കൺക്ലൂഷൻ കിട്ടില്ല. എല്ലാം ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി നെയ്ബർഹുഡിൽ എപ്പോഴും ഒരു കോംപ്ലക്സ് നമ്പറിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല എന്നാണ് നമ്മുടെ അസംഷൻ. അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു വേറൊരു കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും, ക്യാപിറ്റൽ എ, ഒരു ഡെൽറ്റയും കണ്ടുപിടിക്കാൻ പറ്റും. മോഡ് എഫ് ഓഫ് എ മൈനസ് എ, എഫ് ഓഫ് ഇസഡ് മൈനസ് എ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ഇൻ ദ നെയ്ബർഹുഡ് ഇസഡ് ഈക്വൽ ടു. കാര്യം അതിൽ നിന്നും അടുത്തല്ല, ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് എന്നല്ലേ, ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് മാറും എന്നല്ലേ പറയുന്നത്. മാറത്തില്ല, അതിൽ നിന്ന് വിട്ട് പോകുന്നു. നെയ്ബർഹുഡ് ഓഫ് ഇസഡ് ഈക്വൽ ടു. അങ്ങനെ ആണെങ്കിൽ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ, മോഡ് ഇസഡ് മൈനസ് എ റേസ് ടു ആൽഫ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് എ ഈസ് ഈക്വൽ ടു, ലിമിറ്റിംഗ് കേസിൽ എന്തായിട്ട് മാറും, ഈ തന്നിരിക്കുന്ന ആൽഫ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ആൽഫ ലെസ് ദാൻ സീറോ ആണ് എല്ലാ വാല്യൂസിനും, അത് ഇൻഫിനിറ്റി ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യും. ഇനി ഒരു ഫൈനൈറ്റ് നമ്പർ നമ്മൾ ഗ്രേറ്റർ ദാൻ ഡെൽറ്റയേക്കാൾ വലുതായിട്ടുള്ളത് ഒരു ഇവിടെ എടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ അല്ലേ, അപ്പം ബൈ സീറോ അല്ലേ വരാം, അതുകൊണ്ടാണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. ഇനി ഇസഡ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി അല്ല. ഇങ്ങനെ ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ മീനിങ് ഒന്നും അതൊരു പോൾ ആവുന്നില്ല. ലിമിറ്റിംഗ് കേസിൽ ഇൻഫിനിറ്റി ആയിട്ട് മാറിയാൽ പോളായിട്ട് മാറും എന്നാണ്. എസെൻഷ്യൽ ഏതെങ്കിലും ഒന്നല്ലേ ആവും. നമ്മൾ സിംഗുലാരിറ്റീസിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു, റിമൂവബിൾ, പോള്, എസെൻഷ്യൽ. അപ്പൊ പോളാണെങ്കിൽ പിന്നെന്താണ്, ഒരിക്കലും എസെൻഷ്യൽ സിംഗുലാരിറ്റി ആവാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ഇസഡ് ഈക്വൽ ടു എ ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി ഓഫ് എഫ് ഓഫ് ഇസഡ് മൈനസ് എ. ഓക്കെ, അപ്പോ നമുക്ക് വേറൊരു നമ്പർ അങ്ങനെ ആണെങ്കിൽ അവിടെ ഒരു വേറെ ബീറ്റ എന്ന് പറഞ്ഞ വേറൊരു പോസിറ്റീവ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. മോഡ് ഇസഡ് മൈനസ് എ ഹോൾ റൈസ് ടു ബീറ്റ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് എ ടെൻസ് ടു സീറോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾജിബ്രായിക് ഓർഡർ തൊട്ട് പിന്നെ നമ്മൾ ഓർഡർ പറഞ്ഞില്ലായിരുന്നു, ആ ഓർഡറിന്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണ് സീറോയിലേക്ക് പോകുന്നത്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബീറ്റ ഗ്രേറ്റർ ദാൻ സീറോ. We assume that beta greater than 0 since it holds for a certain number, then it holds for any number greater than it. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ലിമിറ്റ് z mod z minus a whole raised to beta into mod f of z minus a 0 ആയിട്ട് മാറും എപ്പോഴാണ് ബീറ്റ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. അങ്ങനെ ആണെങ്കിൽ അതിനേക്കാളും വലുതായിട്ട് വരുന്ന ഏത് നമ്പർ എടുത്താലും ഇത് ഹോൾഡ് ചെയ്യില്ലേ, ഓർഡറിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് z mod z minus a whole raised to beta into mod a is equal to 0. ഇവിടെ ബീറ്റ പോസിറ്റീവ് ആണ്, എ എന്ന് പറയുന്നത് ഫൈനൈറ്റും ആണ്. അപ്പോൾ ഇനി ലിമിറ്റ് z ടെൻഡ്സ് ടു a mod z minus a whole raised to beta into mod f of z കൺസിഡർ ചെയ്യണം. അതിനകത്ത് നമ്മളൊരു എയുടെ വാല്യൂ, എ എന്ന് ഒരു കോംപ്ലക്സ് നമ്പർ അല്ല, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു, ആഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആണെങ്കിൽ മോഡുലാർ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഇപ്പൊ മോഡ് z1 പ്ലസ് z2 ലെസ് ആൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് മോഡ് z2 നമ്മൾ പറയാറില്ലേ. അതുപോലെ മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് എ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറും എ എന്ന് പറയുന്ന അടുത്ത കോംപ്ലക്സ് നമ്പറുമായിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ ലെസ് ആൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡ്സ് ടു a മോഡ് z മൈനസ് എ ഹോൾ റൈസ് ടു ബീറ്റ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് എ പ്ലസ് ലിമിറ്റ് z ടെൻഡ്സ് ടു a മോഡ് z മൈനസ് എ ഹോൾ റൈസ് ടു ബീറ്റ ഇൻറ്റു മോഡ് എ ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ ലിമിറ്റിംഗ് കേസിൽ ഈ ലിമിറ്റ് z ടെൻഡ്സ് ടു a മോഡ് z മൈനസ് ഹോൾ റൈസ് ടു ബീറ്റ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് മൈനസ് എങ്ങോട്ട് പോകുന്ന പറഞ്ഞത്, സീറോയിലേക്ക് പോകും. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി തന്നെ സീറോ ആവില്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ലിമിറ്റ് z ടെൻഡ്സ് ടു a മോഡ് എഫ് ഓഫ് ഹോൾ റൈസ് ടു ബീറ്റ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് സീറോയിലേക്ക് പോകും. അപ്പോൾ ഈ z ഈക്വൽ ടു a എന്ന് പറയുന്നത് നോട്ട് ആൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി ഓഫ് എഫ് ഓഫ് ഇസഡ്. അങ്ങനെ ആകുമ്പോൾ ഇത് എന്താ, റിമൂവബിൾ സിംഗുലാരിറ്റി ആവുക. ആ എസെൻഷ്യൽ സിംഗുലാരിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണില്ല, ഇറ്റ്സ് റിമൂവബിൾ സിംഗുലാരിറ്റി ഓഫ് എഫ് ഓഫ് ഇസഡ്. പക്ഷെ നമ്മുടെ അസംഷൻ എന്തുവാ,
ഇത് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ് എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. Therefore our assumption is wrong. So തിയറത്തിലെ സ്റ്റേറ്റ്മെന്റ് ഹോൾഡ് ചെയ്യാൻ ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും എസെൻഷ്യൽ സിംഗുലാരിറ്റി നെയ്ബർഹുഡിൽ അത് എന്തായിട്ട് മാറും, ഒരു കോംപ്ലക്സ് വാല്യൂ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, നമുക്ക് അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം പറഞ്ഞേക്കുന്ന ഇത്രേ ഉള്ളൂ. എഫ് ഓഫ് ഇസഡും ജി ഓഫ് ഇസഡും രണ്ട് അനലിറ്റിക് ഫംഗ്ഷൻസ്, അതിന്റെ ഓൾജിബ്രായിക് ഓർഡേഴ്സ് എച്ചും കെയും തന്നിട്ടുണ്ട്. അറ്റ് ഇസഡ് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ എഫ് ജിയുടെ ഓർഡർ എച്ച് പ്ലസ് കെയും എഫ് ബൈ ജിയുടെ ഓർഡർ എച്ച് മൈനസ് കെ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ എഫ് പ്ലസ് ജിയുടെ ഓർഡർ എന്ന് പറയുന്നത് മാക്സിമം ഓഫ് എച്ച് ആൻഡ് കെ, ആ ഗിവൺ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഓർഡറിനെ എക്സീഡ് ചെയ്യാനും പാടില്ല. ഇതും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് എഫ് ഓഫ് ഇസഡും ജി ഓഫ് ഇസഡും, രണ്ടിന്റെ ഓർഡേഴ്സ് പറയുന്നുണ്ട് എച്ചും കെയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് ഇസഡ് മൈനസ് ഹോൾ റൈസ് ടു ആൽഫ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 0 അല്ലേ? ഫോർ ആൽഫ ഗ്രേറ്റർ ദാൻ എച്ച് എടുത്താൽ പോരെ? എച്ച് അല്ലേ എഫ് ഓഫ് ഇസഡിന്റെ ഓർഡർ പറഞ്ഞിരിക്കുന്നത്. ബൈ ഓർഡറിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാമല്ലോ. അതേപോലെ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് ഇസഡ് മൈനസ് റൈസ് ടു ആൽഫ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ ഓൾ ആൽഫ ലെസ് ദാൻ എച്ച്. ലെസ് ദാൻ എച്ച് ആണെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും, ഗ്രേറ്റർ ദാൻ എച്ച് ആണെങ്കിൽ 0യിലേക്ക് പോകും. ഓക്കെ അല്ലേ? സിമിലർലി നമുക്ക് ഇതേപോലെ തന്നെ എന്ത് പറയാം, ജി ഓഫ് ഇസഡിന്റെ ഓർഡർ കെ ആൻ തന്നിട്ടില്ലേ? അപ്പൊ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് ഇസഡ് മൈനസ് എ ദ ഹോൾ റൈസ് ടു ബീറ്റ ഇൻറ്റു മോഡ് ജി ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ ബീറ്റ ഗ്രേറ്റർ ദാൻ കെ. അപ്പൊ നമുക്ക് എന്തുവാ, സിമിലർലി ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് ഇസഡ് മൈനസ് ഹോൾ റൈസ് ടു ബീറ്റ ഇൻറ്റു മോഡ് ജി ഓഫ് ഇസഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ ബീറ്റ ലെസ് ദാൻ കെ. ഇതെല്ലാം നമ്മൾ പറയുന്ന ഓൾജിബ്രായിക് ഓർഡറിന്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണ്, ബൈ ഡെഫിനിഷൻ. ഇനി അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഒരു എഫ് ജി അസ്യൂം ചെയ്താൽ, ഇപ്പൊ നമ്മൾ എഫിന്റെ ജിയുടെ കാര്യം പറഞ്ഞുള്ളൂ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തുവാ, എഫ് ജിയുടെ ഓർഡറും എഫ് ബൈ ജിയുടെ ഓർഡറും എന്താന്ന് പ്രൂവ് ചെയ്യണം. എഫ് ജിയുടെ ഓർഡർ എച്ച് കെയും എഫ് ബൈ ജിയുടെ ഓർഡർ എച്ച് മൈനസ് കെ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഫോർ ആൽഫ ഗ്രേറ്റർ ദാൻ എച്ച് പ്ലസ് കെ, ആൽഫ എന്ന് പറയുന്നത് നമ്മൾ എന്താ അസ്യൂം ചെയ്യുക, എച്ച് പ്ലസ് കെ പ്ലസ് ഗാമ, വേർ ഗാമ ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് ഇസഡ് മൈനസ് ദ ഹോൾ റൈസ് ടു ആൽഫ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ജി ഓഫ് ഇസഡ്. അതിന് നമ്മൾ രണ്ടായിട്ട് എന്താ, ആൽഫയ്ക്ക് പകരം വാല്യൂ കൊടുക്കുക. ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് ഇസഡ് മൈനസ് ദ ഹോൾ റൈസ് ടു എച്ച് പ്ലസ് കെ പ്ലസ് ഗാമ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു മോഡ് ജി ഓഫ് ഇസഡ്. നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പൊ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് ഇസഡ് മൈനസ് ഹോൾ റൈസ് ടു എച്ച് ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് ഇസഡ് മൈനസ് ഹോൾ റൈസ് ടു കെ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു എ മോഡ് എഫ് ഓഫ് ഇസഡ് ഹോൾ റൈസ് ടു ഗാമ. ഇവിടെ തന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നോൺ സീറോ നമ്പറാ വരാം. മോഡ് ഇസഡ് മൈനസ് ഹോൾ റൈസ് ടു എച്ച് ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു നോൺ സീറോ നമ്പർ, ഫൈൻഡ് ഇറ്റ് നോൺ സീറോ നമ്പർ. സെക്കൻഡ് വൺ ഓൾസോ നോൺ സീറോ നമ്പർ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ തന്നിരിക്കുന്നതും ഒരു നോൺ സീറോ നമ്പർ ആയിരിക്കത്തില്ലേ? അപ്പൊ മോഡ് ഇസഡ് മൈനസ് ദ ഹോൾ റൈസ് ടു ആൽഫ ഇൻറ്റു ഹോൾ റൈസ് ടു എച്ച് മോഡ് ഇസഡ് മൈനസ് ഹോൾ റൈസ് ടു എച്ച് ജി ഓഫ് ഇസഡ്, ഇത് രണ്ട് നോൺ സീറോ നമ്പേഴ്സ് ആണ്. പക്ഷെ ലാസ്റ്റ് ക്വാണ്ടിറ്റി എന്ത് വരും, ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു മോഡ് എഫ് ഓഫ് ഇസഡ് റൈസ് ടു ഗാമ എന്ന് പറഞ്ഞാൽ 0യിലേക്ക് പോകും അല്ലേ? ബൈ ഡെഫിനിഷൻ തന്നിട്ടുണ്ടല്ലോ അവര്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിപ്പോ നമ്മൾ എടുത്ത എങ്ങനെയാ, ആൽഫ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് എച്ച്, ആൽഫ ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് കെ പ്ലസ് ഗാമ. ഇനി ഈ ആൽഫ ലെസ് ദാൻ എച്ച് പ്ലസ് കെ ആണെങ്കിലോ എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ആൽഫ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് ആൽഫ ഗ്രേറ്റർ ദാൻ എച്ച് പ്ലസ് കെ, രണ്ട് പോസിബിലിറ്റി വരാമല്ലോ. ആൽഫ ഗ്രേറ്റർ ദാൻ എച്ച് പ്ലസ് കെയും വരാം, ആൽഫ ലെസ് ദാൻ എച്ച് പ്ലസ് കെയും വരാം. ഫോർ ആൽഫ ലെസ് ദാൻ എച്ച് പ്ലസ് കെ നമ്മൾ എങ്ങനെ എടുക്കുക, ആൽഫ ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് കെ മൈനസ് ഗാമ. ഈ ഗാമ എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് നമ്പർ ആണ്, സ്ട്രിക്ട്ലി പോസിറ്റീവ് ആയിരിക്കണം, 0 വരാൻ പാടില്ല, 0യെക്കാളും വലിയ നമ്പേഴ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു മോഡ് ഇസഡ് മൈനസ് ഹോൾ റൈസ് ടു ആൽഫ ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ജി ഓഫ് ഇസഡ്. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് തന്നെ എന്ത് പറയാം, ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു മോഡ് ഇസഡ് മൈനസ് ഹോൾ റൈസ് ടു എച്ച് പ്ലസ് കെ പ്ലസ് മൈനസ് ഗാമ. നേരത്തെ നമ്മൾ പ്ലസ് ഗാമയാ, എപ്പോഴാണ് ആൽഫ ഗ്രേറ്റർ ദാൻ എച്ച് പ്ലസ് കെ, അത് രണ്ടും ഓർത്ത് വെച്ചാണ്. ഇൻറ്റു മോഡ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു മോഡ് ജി ഓഫ് ഇസഡ്. ഇത് എപ്പോഴാ, ഒരു ഫൈനൈറ്റ് നോൺ സീറോ, രണ്ടും നമ്മൾ ഇതേ പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷെ ഒരെണ്ണം ഇൻഫിനിറ്റിയിലേക്ക്, ലാസ്റ്റ് ലിമിറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് ഇത് ടോട്ടലി ഇൻഫിനിറ്റി ആയിട്ട് മാറും. നേരത്തെ നമ്മുടെ ലിമിറ്റ് ഇസഡ് ടെൻഡ്സ് ടു
എ മോഡ് എഫ് ഓഫ് ഇസഡ് റേസ് ടു ഗാമ എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് നമ്പർ 0 വന്നത്. അതുകൊണ്ടാണ് ടോട്ടൽ ക്വാണ്ടിറ്റി 0ലേക്ക് പോയത്. ഇവിടെ ഇൻഫിനിറ്റി ആണ് വരാം. അപ്പൊ എച്ച് പ്ലസ് കെയുടെ ഓർഡർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എഫ് ജിയുടെ ഓർഡർ എച്ച് പ്ലസ് കെ തന്നെയാണ് എഫ് ജിയുടെ ഓർഡർ. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇതേപോലെ തന്നെ ഇതേ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ത് പ്രൂവ് ചെയ്യാൻ? എഫ് ബൈ ജിയുടെ ഓർഡർ എച്ച് മൈനസ് കെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അതേ സെയിം. ഇനി അതേപോലെ ലിമിറ്റ് ബാക്കി എഫ് പ്ലസ് ജിയുടെ സ്ഥാനത്ത് എഫ് ബൈ ജി വരണമെന്നല്ലേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ. ഇനി ലാസ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ലിമിറ്റ് z tends to a mod z minus a the whole raised to m into mod f plus g of z less than or equal to limit z tends to a mod z minus a whole raised to m into f of z plus limit z tends to a mod z minus a whole raised to m into g of z. ഇത് എങ്ങോട്ട് പോയി? 0ലേക്ക് പോയി. കാര്യം ഇതിന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഇതിന്റെ ഓർഡർ എത്രയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മാക്സിമം ഓഫ് എച്ച് കെ. എം എന്ന് പറയുന്ന ഒരു നമ്പർ അല്ലേ നമ്മൾ എടുത്തത്. ആ എം എന്ന് പറയുന്നത് എച്ച് കെക്കാളും വലുതായിരിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ എഫ് പ്ലസ് ജി ഹാസ് ആൻ ഓർഡർ വിച്ച് ഡസ് നോട്ട് എക്സീഡ് മാക്സിമം എച്ച് കെ. മാക്സിമം എച്ച് കെക്കാളും കൂടാൻ പാടില്ല. നമ്മൾ ഇവിടെ ചൂസ് ചെയ്ത് അത് എങ്ങോട്ട് പോകും? 0ലേക്ക് പോകും. അപ്പോൾ എഫ് പ്ലസ് ജിയുടെ ഓർഡർ എന്ന് പറയുന്നത് എച്ചിനോ കെയോ എക്സീഡ് ചെയ്യാൻ പാടില്ല. മാക്സിമം എച്ച് വരെ വരാം, അല്ലെങ്കിൽ കെ വരെ വരാം. ഇത്രേ വരാൻ പോസിബിലിറ്റി ഉള്ളൂ. ഇത്രയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ വെയ്സ്ട്രാസ് ഫാക്ടറൈസേഷൻ തിയറം ഈ പ്രോബ്ലം റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.